നമ്മളുടെ ഹലോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ സ്ക്രീനിൽ കാണുന്ന 2024 ഒരു ഫാൻസി മോഡൽ കലണ്ടർ. നമ്മളുടെ ഫേവറേറ്റായ പിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മളുടെ മക്കളുടെ ഫേവറേറ്റായ പിക്കുകളൊക്കെ വെച്ചിട്ട് 2024 ഒരു ഫാൻസി മോഡൽ കലണ്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഒരു കലണ്ടർ സ്റ്റുഡിയോസിലേക്ക് ചെന്ന് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 200 എബോവ് ചാർജ് അവർ ഈടാക്കും. ഇതിൻ്റെ ചിലവൊന്നുമില്ലാതെ തന്നെ ഒരു 60 അല്ലെങ്കിൽ ഒരു 50 എമൗണ്ടൊക്കെ നമ്മൾ സ്റ്റുഡിയോസിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2024 കലണ്ടർ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇത് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തേക്കാം. അതുമല്ല വേറൊരു മോഡലാണ് വേണ്ടതെങ്കിൽ നെറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതൊരു പിക്കാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചെന്നുള്ളൂ. ഞാൻ ഈ ഒരു പിക്കിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇതാണ് നമ്മളുടെ മോഡൽ, ഇതാണ് നമ്മളുടെ ഫാൻസി മോഡൽ കലണ്ടറിൻ്റെ ടെംപ്ലേറ്റ്. ഓക്കെ, ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ മോഡൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് കൊടുത്തേക്കാം. അതുമല്ല വേറൊരു മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു മോഡൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരു അളവ് വിഡ്ത്ത് 12.4, ഹൈറ്റ് 18.4, റെസൊല്യൂഷൻ 300. ഞാൻ ഈ ഒരു കലണ്ടറിൻ്റെ അളവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് 12.4, ഹൈറ്റ് 18.4 യൂണിറ്റ് ഇഞ്ചസ് ആണ്. ഓക്കെ, ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇഞ്ചസ് ആക്കണം. വിഡ്ത്ത് 12.4, ഹൈറ്റ് 18.4, റെസൊല്യൂഷൻ 300 പിക്സൽ പെർ ഇഞ്ചസ് ആണ്. കളർ മോഡ് RGB ആണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ് എന്താണ്, വൈറ്റ് ആണ്. ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായിക്കോളും, ഈ ഒരു അളവിൽ എന്തായിക്കോളും, പേജ് ക്രിയേറ്റ് ആയിക്കോളും. ഓക്കെ, ഈ ഒരു അളവിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു അളവ് അവിടെ കൊടുത്തത് കേട്ടോ. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ പുതിയൊരു മോഡൽ കലണ്ടർ ചെയ്യുകയാണെങ്കിൽ, അതായത് വേറൊരു മോഡലാണ്, അതായത് ഈ ഒരു മോഡലല്ല, പുതിയൊരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അളവ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു പേജിൻ്റെ അളവ് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ വേണം നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അളവിലെന്താവും, വേരിയേഷൻസ് വരും, നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ ഒരു ഡിസൈനിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാണ്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണ് നമ്മളിവിടെ പിക്ക് വയ്ക്കേണ്ടത്. ഈ ഒരു റെഡ് പോർഷൻസ് കണ്ടോ, ഇവിടെയാണ് നമ്മളിവിടെ പിക്ക് വയ്ക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതായത് ആ ഒരു സ്പേസ് ഇട്ടിരിക്കുന്നത് നമ്മളുടെ പിക്കുകൾ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്പേസ് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഈ ഒരു ലെയർ ഏതൊരു ലെയറിലാണെന്ന് അറിയാൻ വേണ്ടി, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഏതൊരു ലെയറിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇവിടുന്ന് മൂവ് ടൂൾ എടുക്കുകയാണ്. കീബോർഡിൽ വി അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ടൂൾ ആക്റ്റീവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് മൂവ് ടൂൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. മൂവ് ടൂൾ ആക്റ്റീവ് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഗ്രൂപ്പ് അല്ല ലെയറാണ്. ഓക്കെ, ലെയർ നോക്കി 826 ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ ലെയർ എന്തായിട്ടുണ്ട്, ഇവിടുന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ലെയർ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ലെയർ ബോക്സിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ട, ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അർത്ഥം. മനസ്സിലായി, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ ലെയർ ബോക്സിലേക്ക് ഇങ്ങനെ ഷോ ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഓക്കെ, ഏതൊരു ലെയറാണോ നമുക്ക് കാണേണ്ടത്, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ലെയർ ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമുക്ക് ലെയർ ബോക്സ് എവിടെയാണെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഏതൊരു പിക്കാണോ ആവശ്യം, ആ പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫയലിൽ വന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു പിക്കുകൾ ഞാൻ ഇവിടുന്ന് ഡിസൈൻ ചെയ്തെടുക്കും. എനിക്ക് ഫയലിൽ വന്നിട്ട് ഓപ്പണിൽ എനിക്ക് ആവശ്യമുള്ളൊരു പിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു പിക്കാണ് ഞാനിപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ആവശ്യമുള്ളൊരു മോഡൽ പിക്കാണ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാണ്. അൺലോക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഈ ലോക്കായിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ് കണ്ടോ. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എന്തായിക്കോളും, ബാക്ക്ഗ്രൗണ്ട് അൺലോക്ക് ആയിക്കോളും. കൺട്രോൾ A അടിക്കുകയാണ്. ഫോട്ടോഷോപ്പിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു കൺട്രോൾ A അടിക്കുന്നത്. ഓൾ സെലക്റ്റിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ A അടിക്കുന്നതെന്ന് ഫോട്ടോഷോപ്പിൻ്റെ മുന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഓക്കെ, കൺട്രോൾ C അടിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. കൺട്രോൾ A അടിച്ച് ഓൾ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൺട്രോൾ C അടിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ ഒരു ഫയലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിക്കിൻ്റെ ഫയൽ ആവശ്യമില്ല.
നോക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ടെംപ്ലേറ്റിൽ വന്നിട്ട് ക്ലോസ് ചെയ്ത് കളയരുത്. പിക്കിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ, കൺട്രോൾ A അടിച്ച് കൺട്രോൾ C അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട്, അതായത് ക്ലോസ് ചെയ്ത് കളയാനായിട്ട് നോ കൊടുത്താൽ മതി. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിട്ട് സെയിം ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൂവ് ടൂളിലെ മാജിക് വാൻ ടൂൾ എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും കിടക്കുക. അപ്പോൾ ഈ ആരോക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ഈ 3 ഓപ്ഷനിൽ നിന്നും ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻസ് മാജിക് വാൻ ടൂൾ ജസ്റ്റ് ഒന്ന് ഞാനിവിടുന്ന് ക്ലിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആട്ടോ, അതുകൊണ്ടാണ് ഒരു പ്ലസ് സിമ്പിൾ പോലെ കണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോക്കി ആ ഒബ്ജക്റ്റ് എന്തായി, മൊത്തം കണ്ടോ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ഇൻ സ്പെഷ്യലിൽ പേസ്റ്റ് ഇൻ ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കീ കണ്ടോ, ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ V. അതായത് കീബോർഡിൽ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ V അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പിക്ക് അവിടെ നമുക്ക് ഇവിടുന്ന് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് മെനുവിൽ പേസ്റ്റ് ഇൻ സ്പെഷ്യലിൽ പേസ്റ്റ് ഇൻ ടൂവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ പിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പിക്ക് എന്താ വന്നിട്ടില്ല, ഫുള്ളായിട്ട് വന്നിട്ടില്ല. അതായത് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. ഒരു ചെറിയൊരു പിക്ക് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ കൺട്രോൾ T അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എഡിറ്റ് മെനുവിൽ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫോം അല്ല, ഫ്രീ ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഫ്രീ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം സെലക്ട് ആയിക്കോളും. ഞാനിവിടുന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ T എന്ന് പറഞ്ഞ ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കാം. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കലണ്ടർ മോഡിൻ്റെ ഈ ഒരു പിക്കിൻ്റെ 4 കോർണേഴ്സ് കണ്ടോ, ഇതും ഞാൻ ഇവിടുന്ന് എടുക്കുന്നില്ല, ഇതും ഞാൻ ഈ ഒരു 4 പോയിൻ്റ് എടുക്കുന്നില്ല. ഈ ഒരു കോർണറും ഈ ഒരു കോർണറും ഈ ഒരു കോർണറും ഈ ഒരു കോർണറുമാണ് ഞാൻ ഇവിടുന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കാം. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഏതൊരു കോർണറിൽ വെച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ 4 മൂലയിൽ വെച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ ടൂളുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കുകയാണ്. അതായത് മൗസ് പോയിൻ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് വലിക്കുകയാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിക്ക് ചെറുതാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വലിക്കുകയാണ്. ആ ഒരു ഫില്ലായി കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തോളണം, പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തോളണം, ഡ്രാഗ് ചെയ്തുകൊണ്ടിരുന്നോളണം. ഓക്കെ, അപ്പോൾ നോക്കി നമ്മൾ വലിച്ചപ്പോൾ ആ പിക്കിന് അതിൻ്റെ ക്വാളിറ്റി പോയി. ആ ക്വാളിറ്റി വീണ്ടും റീടേക്ക് ചെയ്തെടുക്കാനായിട്ട്, ഒന്നും കൂടി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റർ അടിക്കുന്ന സമയത്ത് നോക്കി നമ്മൾ വച്ചിട്ടുള്ള ഒരു പിക്ക് എന്തായിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മക്കളുടെ പിക്കുകൾ അതേപോലെ തന്നെ ഫേവറേറ്റ് ആയ പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മനസ്സിലായെന്ന് കരുതാണ്. എങ്ങനെ ഒരു ഫാൻസി മോഡൽ കലണ്ടർ 2024 ആ ഒരു ഇയറിൽ ഒരു ഫാൻസി മോഡൽ കലണ്ടർ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്നത് മനസ്സിലാന്ന്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ 2024 ഒരു ഫാൻസി മോഡൽ കലണ്ടർ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുക. വീഡിയോ മനസ്സിലായെന്ന് കരുതാണ്. ഈ ഒരു പിക്കിന് പകരം നമ്മളുടെ മക്കളുടെ പിക്കോ അതേപോലെ നമ്മളുടെ മക്കളുടെ പിക്കോ അതേപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയുള്ള പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഈ ലെയർ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഐഡിയയിൽ ബോക്സുകൾ വരച്ച് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനും സാധിക്കും കേട്ടോ. തൽക്കാലം ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോഡൽ കലണ്ടറിൻ്റെ ടെംപ്ലേറ്റ് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോഡൽ കലണ്ടർ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫേവറേറ്റ് ആയ പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം. ബൈ. ഹലോ.